അപ്പോൾ പുഡിങ് ഉണ്ടാക്കി വെക്കല്ലോ. ഇന്നൊരു മാംഗോ ക്രീം പുഡിങ് ആട്ടോ, ഒരു കേക്കിൻ്റെ ടേസ്റ്റിൽ വരുന്ന പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു പാക്കറ്റ് പാലെടുത്തിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് മധുരത്തിന് ആവശ്യം, നമ്മൾ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മളിതേക്ക് കസ്റ്റാർഡ് പൗഡർ ആട്ടോ ചേർക്കുന്നത്. കസ്റ്റാർഡ് പുഡിങ്ങാണ്. അതതിൻ്റെ മിക്സിങ്ങിൽ കസ്റ്റാർഡ് ഉണ്ട് കേട്ടോ. കസ്റ്റാർഡ് പുഡിങ് അല്ല, അതിൻ്റെ മിക്സിങ്ങിൽ അതുണ്ട്. അത് നമ്മൾ തിളച്ച പാലിലേക്ക് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുകയും ചെയ്യും, കട്ട് കുത്തുകയും ചെയ്യും. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാംഗോ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു കലയാണ്. ഞാൻ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ സംഭവം നടന്നില്ല. ലാസ്റ്റ് പിന്നെ അങ്ങോട്ട് കട്ട് ചെയ്തു. ഇനി അത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക, പേസ്റ്റ് ആക്കി എടുക്കണം. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ മാങ്ങയും കുറച്ച് ഷുഗറും ആഡ് ചെയ്തിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടോ. അപ്പം നമ്മളെ പാലിൻ്റെ മിക്സിക്ക് ഇത് കുറച്ച് ഒഴിക്കണം കേട്ടോ. അടിച്ച് വെച്ചിരുന്ന് പകുതി ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മളെ പാലിൻ്റെ മിക്സിക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ആട്ടോ ആഡാക്കുന്നത്. അപ്പോൾ ഇതിക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ടോ. ബീറ്റ് ചെയ്ത് അത് ക്രീമായി കിട്ടിയതിന് ശേഷം അതിൻ്റെ നമ്മൾ പകുതി എടുത്ത് വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ഉണ്ടല്ലോ, അത് ഇതിൽ ചേർത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് വെച്ചിട്ട് കുറച്ചും കൂടി അവിടെ ക്വാണ്ടിറ്റി വെച്ചിരുന്നു അതും ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ ഭയങ്കര ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഫീലായി. അപ്പോൾ ഞാൻ ബാക്കിയും കൂടി ഇതിൽ ആഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സംഭവം നമ്മൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസിയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ അത്ര പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതൊന്നൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറേ ടാസ്ക്കാണ്, പക്ഷെ അത്ര പണിയൊന്നുമില്ല. അധികം ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി വന്നിരുന്ന പൾപ്പും കൂടി ഇതിൽ ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തു കേട്ടോ. ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ എടുക്കുന്ന ട്രേയിൽ നമ്മൾ താഴെ ഫസ്റ്റ് ആ പാലിൻ്റെ മിക്സ് ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ കേക്ക്സ് വെക്കട്ടോ. ഗീ കേക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രെഡ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, പക്ഷേ എനിക്ക് ബ്രെഡിനേക്കാളും ടേസ്റ്റ് തോന്നിയത് ഇത് വെച്ച് ചെയ്യുമ്പോൾ ഒറിജിനൽ കേക്കിൻ്റെ അതേ നമ്മൾ കേക്ക് കഴിക്കൂലേ അതിൻ്റെ അതേ മാംഗോ കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം അടക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ പാലിൻ്റെ മിക്സ് ഉണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ മേലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റി വേണതിനൊന്ന് തോന്നി. അത് കവർ ചെയ്തിട്ട് പിന്നെ ക്രീം അതിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമാവും, എന്തായാലും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.